വെൽക്കം ഗൈസ്, പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് അപ്ഡേറ്റുകളുണ്ട്. എന്തായാലും ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വേട്ടയാൻ്റെയാണ്. വേട്ടയാൻ മൂവിയുടെ ബാഗിങ് അതുപോലെ സ്ട്രീമിംഗ് റൈറ്റ്സ് നമ്മുടെ ആമസോൺ പ്രൈം എടുത്തിട്ടുണ്ട്. ഏകദേശം അത്യാവശ്യം നല്ലൊരു തുകയ്ക്കാണ് പടത്തിൻ്റെ സ്ട്രീമിംഗ് റൈറ്റ് ആമസോൺ പ്രൈം വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ പാതിരാ രാത്രി എന്ന് പറയുന്ന ഒരു സിനിമ വരികയാണ്. നമ്മുടെ പുഴു ഡയറക്ടർ, അത് ആ ഒരു കോൺട്രവേഴ്സ്യൽ ഡയറക്ടറായിട്ടുള്ള റദീന അടുത്തൊരു സിനിമ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നവ്യ നായരും അതുപോലെ തന്നെ സൗബിൻ ഷായറാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. എന്തായാലും പടത്തിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ, ഒഫീഷ്യൽ റിലീസ് പോസ്റ്റർ എല്ലാം വരുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളൊന്നും പുറത്തു വിട്ടിട്ടില്ല. മറ്റൊരു അപ്ഡേറ്റ് നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിലാണ്. 90 കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ് പടം ഇതുവരെ 24 ദിവസം പിന്നിടുമ്പോൾ. എന്തായാലും വരുന്ന ആഴ്ചകളോട് കൂടി ഒരു 95ലേക്കൊക്കെ പോകും. 95 ഇല്ലെങ്കിൽ ഒരു 93ലേക്കൊക്കെ പടം പോകും. കാരണം ഇനിയും വീക്കെൻഡുകളാണ് വരുന്നത്. എന്തായാലും പടത്തിന് നല്ലൊരു കളക്ഷൻ കിട്ടി. ഓവറോൾ ടോപ്പ് 8ലാണ് നമ്മുടെ പടം ഇപ്പോൾ വന്ന് നിൽക്കുന്നത്, ഗുരുവായൂർ അമ്പലനട. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് 100 കോടി അടിക്കുമോ എന്ന് നിങ്ങൾ പറയാം. എന്തായാലും നമുക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട്, അടിക്കട്ടെ എന്ന് തന്നെ നോക്കാം. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മണിച്ചിത്രത്താഴാണ്. മണിച്ചിത്രത്താഴിൻ്റെ റീമേക്ക് അല്ല, ക്ഷമിക്കണം, മണിച്ചിത്രത്താഴിൻ്റെ റീമാസ്റ്റേർഡ് വേർഷൻ 4K വേർഷൻ വരുന്നുണ്ട്. പടം ഈ വരുന്ന ജൂലൈ 12 അല്ലെങ്കിൽ ആ വരുന്ന ആഗസ്റ്റ് 17 4K മാസ്റ്റേർഡായി ഡോൾബി അറ്റ്മോസിൽ പടം റിലീസ് ചെയ്യുമെന്നാണ് ഒഫീഷ്യലായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരുന്നത്. എന്തായാലും ഈ ഒരു റിലീസ് പോസ്റ്റേഴ്സിൻ്റെ ഒരു ഇത് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് ഇൻസൈഡ് അപ്ഡേറ്റ് വരുന്നത്. എന്തായാലും മണിച്ചിത്രത്താഴ് കൂടെ റീമാസ്റ്റർ ചെയ്ത് വരുമ്പോൾ പടം നല്ലൊരു ക്വാളിറ്റിയിൽ എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു അവസരമാണ്. പലർക്കും കിട്ടാത്തൊരു ഭാഗ്യം ഈ വരുന്ന ദിവസങ്ങളിൽ എന്തായാലും വരുന്നുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യരുത്, എല്ലാവരും പോയി കാണണം. അടുത്തൊരു അപ്ഡേറ്റ് നമ്മുടെ മോഹൻലാലിൻ്റെ ബാരോസാണ്. ബാരോസിൻ്റെ ഒരു ടീസർ കാര്യങ്ങൾ ലോഡിങ് ആവാണ്. ഇന്നൊരു ഒഫീഷ്യൽ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബാരോസിൻ്റെ ടീസർ ലോഡിങ് ആവാണ് ഈ വരുന്ന അടുത്ത മാസം ആഗസ്റ്റ് 15 എന്നൊരു ഇൻസൈഡ് റിപ്പോർട്ട് വരുന്നുണ്ട്. പടത്തിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. എന്നാൽ കൂടെ ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു കാര്യം ബിഗ് ബോസിൻ്റെ ഒരു വേദിയിൽ വന്ന് പറയുന്നുണ്ടായത്. അത് വരുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ കൂടെ നമ്മുടെ ബാരോസിൻ്റെ ആ ഒരു ടീസർ കാര്യങ്ങൾ വരുന്നുണ്ട് ഈ അടുത്ത് തന്നെ. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ടീസറും ട്രെയിലറും അതുപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ വരുന്ന ഒരു ഫിലിമാണ് നമ്മുടെ ബാരോസ്. എന്തായാലും നമ്മുടെ ലാലേട്ടൻ്റെ ഡെബ്യൂട്ടി ഡയറക്ഷനും. എന്തായാലും നമുക്ക് ആ ഒരു പടത്തിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കാം. ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ പോലും നമ്മുടെ സോഷ്യൽ മീഡിയ കത്തിക്കാൻ കഴിവുള്ള ഒരു ആളാണ് നമ്മുടെ ലാലേട്ടൻ. എന്തായാലും ബാരോസിൻ്റെ ഒരു അപ്ഡേറ്റിന് വേണ്ടി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. അവസാനത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഡിയോസ് അമിഗോ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ്. അതുപോലെ തന്നെ ഈ വരുന്ന ആഗസ്റ്റ് 2 പടം വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോവാണ്. എന്തായാലും നമ്മുടെ ആഷിഖ് ഉസ്മാനാണ് ഈ ഒരു പടം നമ്മുടെ മുന്നിലേക്ക് പ്രൊഡക്ഷൻ ചെയ്ത് എത്തിക്കുന്നത്. എന്തായാലും നമ്മുടെ ആസിഫ് അലി അതുപോലെ തന്നെ സുരാജ് വരുന്ന ഒരു കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ കോമഡി പടം തന്നെയായിരിക്കും. ആസിഫ് അലിക്ക് ഇപ്പോൾ നല്ലൊരു ട്രാക്കിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഈ വരുന്ന ഒരു ആസിഫിൻ്റെ അടുത്ത പടം നല്ലൊരു പടം തന്നെ ആയിരിക്കട്ടെ. എന്തായാലും നമ്മുടെ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിൽ അങ്ങനെ പൊട്ട പടങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഈ ഒരു പടം നല്ല പടമാണെന്ന് പ്രതീക്ഷിക്കാം. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഫിലിമി അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.